ആലുവയിൽ അമ്മ 3 വയസ്സുകാരിയെ മൂഴിക്കുളം പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. വല്ലാത്തൊരു അമ്മയാണ്. അമ്മ മോളെ കൊണ്ടുവന്ന് ആക്കിയതിന് ശേഷം 3 മണിക്ക് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് സുഖമായിട്ട് അവൾ നടന്നു പോയി. ഇരുട്ടായി എന്നുള്ള ഒരു സമയം വരെ അവൾ അവിടെയൊക്കെ കിടന്ന് കറങ്ങിയതിന് ശേഷം ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ആ കുട്ടിയെ വലിച്ച് പുഴയിലേക്ക് എറിഞ്ഞു. കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് ആ മോൾക്ക് അറിഞ്ഞൂടായിരുന്നു. മോള് പറ്റി ചേർന്ന് ഇരിക്കുന്നുണ്ട്. CCTVയിൽ നല്ലതുപോലെ അറിയാൻ പറ്റും. കൊല്ലാൻ കാരണം എന്താണ്? വലിച്ചെറിഞ്ഞതായിട്ടൊന്നും ആദ്യമൊന്നും പറയണില്ല. അതിനുശേഷം ഇവൾ നേരെ ഓടിച്ചെന്നത് ഇവളെ വീട്ടിലേക്കാണ്. അമ്മയുടെ പേര് സന്ധ്യ എന്നാണ്. സന്ധ്യ ഓടിച്ചെന്നത് അവളെ വീട്ടിലേക്കാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, എന്തൊരുമാതിരി ഇരിക്കണത്, കാര്യങ്ങൾ തിരക്കിയിട്ട് പോലും അവൾ പറയുന്നില്ല. അവളെ അനിയത്തിയോ ചേട്ടത്തി ആരാ കണ്ട ചോദിക്കുന്നുണ്ട്. കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കുട്ടിയെ ബസ്സിൽ വെച്ച് നഷ്ടമായെന്നാണ് പറഞ്ഞത്. അപ്പം അതിനിടയിൽ അവൾ ബസ്സിലൊക്കെ കയറി, കുട്ടിയെ കൊണ്ട് ബസ്സിൽ കയറി. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് പറയണതും ഞാനൊന്ന് ബസ്സിൽ മറന്നുപോയി. ഇതെന്തേലും ബസ്സിൽ കളിപ്പാട്ടോ മറന്നു പോവാൻ. ഇത് പിന്നെന്തോന്ന് ഇത്രയും വലിയൊരു സാധനം ഇരുന്നിട്ട് ഇവൾക്ക് എന്താ അറിയാൻ വയ്യ. ഇവൾ മറന്നുപോയി. ഇതിൽ വെച്ച് മനസ്സിലാക്കിയോളണം ഇവൾ കള്ളത്തരം പക്കാ കള്ളിയാണെന്ന്. ഇത് കാണുമ്പോഴേ അറിയാം. കുനിഞ്ഞൊരു നടത്തി. കള്ളന്മാരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അറിയാം. കുനിഞ്ഞൊരു നടത്ത അടക്കും. ഇതാണ്. ഇല്ല, ആരടുത്തും ഒന്നും മിണ്ടൂല. മൗനമായിട്ടൊരു നടത്തയുണ്ട്. ആരെങ്കിലും കാണുമ്പോൾ കുനിഞ്ഞ് ഒരുമാതിരിയുള്ളൊരു നടത്തം, കള്ള ലക്ഷണം എന്ന് പറയുന്നത്. പിന്നെ അവസാനം പോലീസ് ചോദ്യം ചെയ്ത് പറയുന്നുണ്ട്, ഇതുപോലെ പാലത്തിൽ നിന്നും കുട്ടിയെ വലിച്ച് പുഴയിലേക്ക് എറിഞ്ഞെന്ന്. എങ്ങനെ തോന്നി ഈ അമ്മച്ചിക്ക്? ഇത് കേട്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മമാർ മക്കളെ വേണ്ട, പിന്നെ അവർക്കൊക്കെ വേറെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ കല്ലിലടിച്ച് കൊല്ലണതും മക്കളൊരു ശല്യം ആവും എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രസവിച്ചിട്ട് വലിച്ചെറിയണതുണ്ട്, അവിടെ ഉപേക്ഷിക്കണതുണ്ട്. എന്നാൽ ഈ 3 വയസ്സ് വരെയൊക്കെ വളർത്തിയിട്ട്, അതാ നല്ല മിടുക്കിയായ മോള്, എല്ലാ കാര്യത്തിനും നല്ല മിടുക്കിയാണ്. പിന്നെ അതിനുശേഷം ചോദ്യം ചെയ്തപ്പോൾ പുഴയിൽ വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ് പിന്നെ പുഴയിൽ നിന്ന് തിരഞ്ഞൊക്കെ എടുത്ത്. അതിനിപ്പോൾ ഈ തള്ള പറയണ എന്തോന്നാണ് അമ്മച്ചിക്കാരി പറയണത്, അത് അച്ഛൻ്റെ വീട്ടുകാരെ കാരണമാണ്. അവൾക്ക് സ്വസ്ഥത കൊടുക്കൂല. തള്ളക്ക് സ്വസ്ഥത കൊടുക്കൂല. എന്നും അടിയും വഴക്കും. ഇവളടുത്ത് സ്നേഹമില്ല. സ്നേഹിക്കണത് ഈ മോളടുത്താണ്. അച്ചച്ചന്മാർ 2 പേര്, പിന്നെ അച്ചാമ്മ, അച്ചാച്ചൻ, ആരൊക്കെ ഉണ്ട്, 3-4 പേരുണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാവരും അവിടെ പെമ്മക്കളാങ്ങണ്ടൊക്കെ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സ്നേഹിക്കണത് ഈ മോളടുത്താണ്. അപ്പോൾ ഈ മോളടുത്ത് ഭയങ്കര സ്നേഹമാണ്. കൂടെ കൊണ്ട് കിടക്കണം, ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കണം, അച്ഛൻ തലകെട്ടി കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് 1 മാസം 2 മാസം കൂടിയാണ് വരണത്. അച്ഛന് ഒന്നും പ്രശ്നമാണ്, അവിടെ കുടിയും അടിയും വഴക്കും ഒക്കെ തന്നെ. കൂടുതൽ മക്കളടുത്താണ് സ്നേഹം എന്നുള്ളൊരു തോന്നൽ ഈ സന്ധ്യയ്ക്ക് ഉണ്ടായി. ഇവൾ ഒറ്റപ്പെട്ട് എന്നാണ് പറയണത്. ഒറ്റപ്പെടല്ലേ, ഇവൾ ആരടുത്തും മിണ്ടേയില്ല. ഒരുമാതിരി മൗനവും പിടിച്ച് ഇവളെ വീട്ടിൽ പോയി നിന്നാൽ തന്നെ ഒരു ദിവസം പോവോ, പിറ്റേന്ന് ഇവളങ്ങ് പോവും. അച്ഛൻ ജോലിക്ക് ഇങ്ങനെ പോകുമ്പോൾ, തിരുവനന്തപുരത്തൊക്കെയാണ് ലാസ്റ്റ് ജോലിക്ക് പോയ കാര്യം ഇയാൾ പറയുന്നുണ്ട്. 1 മാസമൊക്കെ കഴിഞ്ഞാണ് വരണത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്തായിരുന്നാലും ഉള്ള സമയത്ത് ഇനി കൊച്ചച്ഛൻ വന്ന് കൂട്ടുകിടക്കുമെന്ന് അറിയാൻ വയ്യ. കൊച്ചച്ഛൻ എപ്പോഴും അവിടെ തന്നെ, ഈ വീട്ടിൽ തന്നെ കൂട്ടുകിടക്കാൻ വരേണ്ട ഒരാവശ്യമില്ല. ചേർന്ന് ഒരു കൈയുടെ വ്യത്യാസം, ചെറിയ ഇടവിട്ട് ഒരു നടവഴിയുടെ വ്യത്യാസത്തിലാണ് ഈ വീടുകൾ ഇരിക്കുന്നത്, തൊട്ട് ചേർന്ന്. അപ്പം പിന്നെ അവിടെ എന്തോന്നാണ് കൂട്ടുകിടക്കാൻ? അല്ലെങ്കിൽ എന്തോന്ന് ചെയ്യാം? സന്ധ്യ ആകുമ്പോൾ കതവ് അടച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തൊട്ട് ചേർന്നാണ് ഇങ്ങനെയൊക്കെ അവിടെ പോയി കിടന്നൂടെ? ഈ കൊച്ചച്ഛൻ എന്ന് പറയുന്ന സാധനം അയാളവിടെ വരും. കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് അയാളവിടെ വരുമായിരുന്നു. അങ്ങനെ ആയി. അവൾക്ക് കണക്ഷൻ ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അമ്മച്ചിയാണ് ഇത് ഇങ്ങനെ ചെയ്യിച്ചത്. അമ്മച്ചി അങ്ങനെ ആയി അവസാനം മോളെ വരെ ആ ഒരു പൊടി കുരുന്നിനെ വരെ അവൻ നശിപ്പിച്ചെന്നുള്ളതാണ്. അമ്മച്ചി എന്നിട്ട് ഏറ്റു പറയൂ? കള്ളം ചെയ്താൽ ഏറ്റു പറയൂല തന്നെ. കുരുന്നിനെ അവൻ പിച്ച് ചീന്തക്കം തുടങ്ങി. എന്നിട്ട് അവൻ പറയോ, ഈ കള്ളൻ പുഴയിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തിയപ്പം 2 പേർക്കും സ്നേഹം ഉണ്ടെന്നും പറഞ്ഞ് അതിൽ ഒരാളാണ് ഈ അഭിനയം കാണിച്ചത്. ഈ കൊച്ചിനെ പിച്ച് ചീന്തിയ
അവൻ 1.5 വർഷം കൊണ്ട് 1.5 വർഷമൊന്നും ആയിരിക്കില്ല, കൊച്ചിന് 3 വയസ്സായെങ്കിൽ പ്രസവിച്ച ഉടനെ തന്നെ പിച്ചി ചീന്തക്കം തുടങ്ങിയിട്ടുണ്ട്. ഇവള് പറയാത്തിടത്തോളം കാലം ഇവള് പിച്ചി ചീന്താൻ ഇട്ട് കൊടുത്ത് ഈ അമ്മച്ചിക്ക് അവൻ്റെ കൂടെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെ പിച്ചി ചീന്താൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഈ അമ്മച്ചി അവസാനം ലാസ്റ്റ് കൊന്നതിൻ്റെ കാര്യം എന്താണ്? ഒന്നുകിൽ ഈ അമ്മച്ചിക്ക് സുഖമായിട്ട് അവൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് ഈ കൊച്ചിനെ എറിഞ്ഞു കൊന്നത്. ചിലർ പറയുന്നുണ്ട്, അയ്യോ പാവം അവൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ എവളെ അടവ്. പിന്നെ അവൻ വന്ന് കൂട്ട് കിടന്നാലേ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂലേ? അല്ലെങ്കിൽ തന്നെ ഒരു വീട് മുറ്റം പോലെ ഇരിക്കുന്ന വീട്ടിൽ കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയതിൻ്റെ അന്ന് അച്ഛനൊക്കെ കിടന്ന് കരയുന്നുണ്ട്. കൊച്ചച്ഛൻ ഇങ്ങനെയാണ്. ഈ അംഗൻവാടിയിൽ കൊച്ച് മരിക്കണ ഈ തള്ള എറിയണേൻ്റെ അന്ന് രാവിലെ വരെ ഇയാൾ കൊച്ചിനെ നശിപ്പിച്ചവനാണ്. അങ്ങനെ പിച്ചി ചീന്തി അള്ളിക്കീറി വെച്ചവനാണ് മൊത്തത്തിൽ. പല്ലും നഖവും എന്നാണ് പറയണത്, പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പറയണത്. അപ്പം അന്നത്തെ ആ ഒരു കരച്ചിലുണ്ടല്ലോ, ഈ കൊച്ചിനെ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ഒരു കരച്ചിലുണ്ട്. അച്ഛനടുത്ത് നിപ്പോൾ അച്ഛൻ കരയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാന്ന് വിളിച്ച് കരയുന്നുണ്ട്. വേറൊരു കൊച്ചച്ഛൻ നിപ്പോണ്ട്. അപ്പം ഈ പിച്ചി ചീന്തിയവൻ അവൻ്റെ കരച്ചിലാണ് സൂപ്പർ കേട്ടാ. അച്ഛനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് തടവി. അവന് സഹിക്കാൻ പറ്റണില്ല. അവൻ അടുത്ത് നിൽക്കണ അവൻ്റെ ഈ കൊച്ചിൻ്റെ വേറൊരു കൊച്ചിന് സഹിക്കാൻ പറ്റണില്ല. അവന് കള്ള ലക്ഷണമെന്ന്, കള്ള അടവ് വരുത്തും. അമ്മച്ചിക്ക് ഒരു കൂസലും ഇല്ല. അതിനുശേഷം അമ്മയെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന് ആ പാലത്തിൻ്റെ അടുത്ത് സുഖമായിട്ട് അവൾ പറഞ്ഞു കൊടുക്കണു, ഇങ്ങനെ നിന്ന് വലിച്ചങ്ങ് എറിഞ്ഞു. ഒന്നുകിൽ ഇവൾ കൊന്നതിൻ്റെ കാര്യം ഇവൾക്ക് ഇനി സൂഹിക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചൊരു തടസ്സം വരുന്നു. അല്ലാതെ അതിന് ഇവൾ പറയണത് കൊച്ച് മരിക്കണത് എന്നെ നല്ലതെന്ന്, അതുകൊണ്ട് കൊന്നതാണെന്ന്. അത് എന്തിട്ടാണ് അവൾ അങ്ങനെ പറയണത്? അപ്പം കേൾക്കണവർക്കൊന്നുമില്ലേ? ഇവളെ സുഖത്തിന് വേണ്ടി അവൾ കൊച്ചിനെ കൊന്നു, കൊച്ചൊരു തടസ്സമായി മാറി. അതുകൊണ്ടാണ് അച്ഛൻ പറയണ കാര്യങ്ങളാണ് കുറച്ച് കാര്യം. എൻ്റെ കുഞ്ഞാന്ന് വിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞാന്ന് വിളിക്കണ മോള് ഓടി വരുമെന്നാണ് പറയണത്. അപ്പോഴും കൊച്ചച്ഛൻ കെട്ടിപ്പിടിക്കുന്നു കരഞ്ഞും കൊണ്ട്. ഇവൻ്റെ അന്നത്തെ ഇതിൽ മനസ്സിലായി. എനിക്ക് അന്നേ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവൻ എന്തോ ഒരു കള്ളത്തരം. ഓരോന്നുമല്ല, അവരിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അവനോട് ചോദിച്ചാൽ അവൻ പറയും, സത്യം അവൻ പറയും. അതൊക്കെ കൊച്ചിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും എൻ്റെ ഭാഗം പറയണമെന്ന് പറയില്ലേ. കൊച്ചു നോണ പറയില്ലല്ലോ, കൊച്ചിനോട് ചോദിച്ചു. അത് മൂത്ത മകൻ്റെ അടുത്ത് ഒരേ കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. ആ കൊച്ചിനെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചാണ് പറയണത്. ഈ അച്ഛനും ശരിയൊന്നുമല്ല, ഈ അച്ഛനും ശരിയല്ല, അവിടെയുള്ള ആളുകൾ ഒറ്റയാണോ ശരിയല്ലാത്തതിൻ്റെ പേരിലാണല്ലോ ഈ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചത്. ഇല്ല, അതിന് മുമ്പ് ഒരു പ്രാവശ്യം ടോർച്ചും കൊണ്ട് തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തിയുടെ എൻ്റെയും തലക്കെട്ട് അടിച്ചിട്ടുണ്ട്. സ്ഥിരം എന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അനിയത്തിയുടെ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇവിടെ 5 പേരുള്ള പാട് വന്നതാ. ഒരു ദിവസം അയാൾ പറഞ്ഞായിരുന്നു. അച്ഛൻ പറഞ്ഞ് ക്ഷമിച്ച് കളയാൻ പറയും. അതെനിക്കറിയില്ല, വെറുതെ ഇന്ന് ദേഷ്യം എന്നോടും വെറുതെ ദേഷ്യ. ഇല്ല, ഇവര് പറഞ്ഞ അറിവ് എനിക്കുള്ളൂ. ഇവരോട് പറഞ്ഞത് എനിക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നാണ് ഇവരോട് പറഞ്ഞത്. അങ്ങനെയാണ് അവള് ഇവരോട് പറയണത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഇവർ പറഞ്ഞ് ഉള്ള അറിവ് എനിക്കുള്ളൂ. എന്നോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുമില്ല. എന്നോട് വിരോധമൊന്നും കാണിച്ചിട്ടില്ല.
പിന്നെ ഇന്നലെ കൂടെ കൂടി എനിക്ക് രാവിലെ ചായ എടുത്ത് കൊണ്ടുവന്നു എല്ലാം. ഇന്നലെ കൂടി അയാൾക്ക് ചായയൊക്കെ എടുത്തോണ്ട് കൊടുത്തേ ഉള്ളൂ. അപ്പം മക്കളെടുത്തൊക്കെ പറയണത് എന്തെന്നാണ്, അച്ഛൻ വേറെ കല്യാണമൊക്കെ കഴിച്ച് വേറെ പെണ്ണുങ്ങൾ ഉടയണമെന്ന്. അയാൾ നല്ല മദ്യപാനിയാണ്. അയാൾ പോയാൽ 1 മാസം 2 മാസം കഴിഞ്ഞൊക്കെയാണ് വരണത്. അപ്പോഴ് ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളൊക്കെ തോന്നിയായിരിക്കും. അങ്ങനെയാണെന്തോ അതറിയാൻ വയ്യ. എന്നാലും അവൻ വന്നു കഴിഞ്ഞാലും അവൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്നൊക്കെയാണ് പറയണത്. മൂത്ത കൊച്ചിനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ടോർച്ച് കൊണ്ട് തലയ്ക്ക് അടിച്ചെന്നും ടോർച്ച് കൊണ്ട് അടിച്ചെന്ന്, അനിയത്തിയെ അടിക്കാൻ പോയപ്പോൾ തടഞ്ഞെന്ന്, ഇതിനു മുമ്പ് ഇതുപോലെ ഐസ്ക്രീമിലൊക്കെ വിഷം കണ്ട കലക്കി അത് കണ്ടുപിടിച്ചെന്നോ ഇങ്ങനെയൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ചോറും വെച്ച്, ഒരു കാലം ചോറും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് പോയതാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പോലുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങളാരും ചെന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സത്യം പറയുമെന്ന് എനിക്ക് തോന്നണേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയോ ചേച്ചിയോ പറഞ്ഞ രീതിയിൽ അല്ലാണ്ട് അവൾ മാറ്റി പറയും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസം അവരുടെ പീഡിപ്പിച്ചെന്ന് അറിഞ്ഞില്ല. കൊച്ചച്ഛൻ പീഡിപ്പിച്ചെന്ന് ഈ അച്ഛന് അപ്പോഴൊന്നും അറിയണില്ല. പോസ്റ്റ്മോർട്ടത്തിലല്ലേ അറിയണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെയാണ് കിട്ടിയത്. അപ്പോഴത്തേക്ക് അതിനിടയിൽ ഈ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സന്ധ്യയുടെ അമ്മയും അനിയത്തി ആരെയും കണ്ടേക്കാണ് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ കാരണമാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴത്തേക്ക് അവൾ ഏക്കണില്ല, അവൾക്ക് അറിഞ്ഞൂടെയിരുന്നു എന്നാണ് അവൾ ചുമ്മാ കള്ളത്തരമാണ്, പക്ക കള്ളത്തരം. അവൾക്ക് ഇതെല്ലാം അറിയുകയും ചെയ്യും. അവളുമായിട്ട് കണക്ഷനായാണ് ഈ കൊച്ചിനെ പിച്ച് ചീന്തിയിട്ടുള്ളത്. ഈ കൊച്ചിനെ മുതലെടുത്ത് അല്ലെങ്കിൽ പിന്നെ ഒരു വീടിൻ്റെ മുറ്റത്ത് താമസിക്കുന്നവർക്ക് എന്തൊരു കൂട്ടുകിടക്ക്. ഈ പ്രാന്ത് പിടിച്ചോ ഇനി ആ ഏരിയയിലുള്ള എത്ര കുട്ടികളെങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാം? അവൻ നോക്കുമ്പോൾ, ആളുകൾ നോക്കുമ്പോൾ അവൻ തന്നെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ കൊച്ചിനെ കുളിപ്പിക്കുന്നത് വരെ അവനാണ്. ഈ തള്ളച്ചിക്ക് ഒരു സ്വാതന്ത്ര്യം ഒരു ഇതുമില്ല. തള്ള കുളിപ്പിക്കേ ഇല്ല കൊച്ചിനെ. അവൻ ഈ പ്രാന്ത് പിടിച്ചവനാണ് കുളിപ്പിക്കണതെന്ന്. അങ്ങനെ ആരെങ്കിലും വിട്ടുകൊടുക്കുമോ ഒരു പെൺകുട്ടിയെ അങ്ങനെ കുളിപ്പിക്കാനായിട്ട്? ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛന്മാരെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാലമാണ്. അപ്പോൾ പിന്നെ ഈ കൊച്ചച്ഛനാണ് കുളിപ്പിക്കണതും കടയിൽ കൊണ്ടുപോകണതും ചോറ് വാരി കൊടുക്കണതും ഈ കൊച്ചിനെ എവിടെ കൊണ്ടിറങ്ങണതും യവനാണ്. പക്ഷേ വെളിയിൽ യവൻ ആളുകളെടുത്ത് മാന്യനാണ്. അതാണ് കള്ളന്മാരെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. വെളിയിൽ മാന്യനായിട്ട് നടക്കും, എന്നിട്ട് അകത്തെന്തോന്നിയും ഇവൻ്റെ പ്രവൃത്തി ഇതായിരുന്നു. അവളെ അമ്മ പറയുന്നുണ്ട്, സന്ധ്യ കയറി ഒരു റൂമിൽ അങ്ങ് കതവടക്കി. നമുക്ക് അറിഞ്ഞൂടായിരുന്നു ഈ കൊച്ചിനെയും ചൊതുക്കി വെച്ചുകൊണ്ടാണ് യവൻ കിടക്കണത്. വെളുപ്പാങ്കാലത്തും വെളുക്കണോരോ യവനാണ് ചൊതുക്കി വെച്ചുകൊണ്ട് കിടക്കണേന്ന്. അമ്മച്ചിയും കൊള്ളാം, അവളമ്മച്ചിയും കൊള്ളാം, അവളും കൊള്ളാം. ഒരു കുരുന്നിനെ പിച്ച് ചീന്താനായിട്ട് ഇങ്ങനെയുള്ള ഭ്രാന്തന്മാരെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് അതിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ദുഷ്ടത്തി. നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തൊരു ചെയ്യണമായിരുന്നു? വേണ്ടെങ്കിൽ നീ പിന്നെ എത്രയോ മക്കളില്ലാത്തവരുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ഈ വെറി പിടിച്ചോന്മാർ ഇങ്ങനെ അവന്മാർക്ക് ശിക്ഷ കിട്ടുമോ? എവിടെ കിട്ടാൻ? ഇതേ കണക്ക് വലിച്ച് കീറിയിട്ട് അവന്മാർക്ക് ശിക്ഷ കൊടുക്കുമോ? എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ മക്കളുമാരുള്ളവർ എന്തോന്ന് ചെയ്യണം, നിങ്ങൾ കൊല്ലാൻ നിൽക്കരുത്. നിങ്ങൾക്ക് വളർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂലെന്നുണ്ടെങ്കിൽ എത്രയോ മക്കളില്ലാതെ കിടന്ന് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് മക്കളില്ലാതെ കരഞ്ഞും കണ്ണീരൊഴുക്കി നടക്കണവരുണ്ട്. അവർക്ക് കൊടുക്കണം. കൊച്ചു മക്കളൊക്കെ ഉള്ളവരൊരു കാര്യം ശ്രദ്ധിക്കുക, മക്കളെ അയൽവക്കത്തൊന്നും അങ്ങനെ വിടാതിരിക്കുക. നമ്മൾ എത്ര വിശ്വസിച്ചായിരുന്നാലും വിടരുത്. വലിയവരെടുത്ത് അവന്മാർ കൂട്ടുകൂടിയിട്ട് പിന്നെ കുട്ടികളെ മണ്ടയിലായിരിക്കും അവന്മാർ നോട്ടം ഇട്ടിരിക്കുന്നത്. അങ്ങനത്തെ പ്രാന്ത് പിടിച്ചവന്മാരുണ്ട്. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, മക്കളെ അങ്ങനെ അയൽവക്കത്തൊന്നും വിടാതിരിക്കുക. അമ്മമാർ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ പോയി അത് മേടിച്ചോണ്ടോ ഇത് മേടിച്ചോണ്ടോ എന്നും പറഞ്ഞൊന്നും വിടരുത്. അവന്മാർ വെളിയിൽ മാന്യമായിരിക്കും, പക്ഷേ അങ്ങനെ ആയിരിക്കൂല അകത്ത് കാണിക്കുന്നത്. എല്ലാ അമ്മമാരും അത് ശ്രദ്ധിക്കുക. മക്കളെ കാര്യത്തിൽ ഒരു നേരമെങ്കിലും പിടിച്ചു നിർത്തി കുളിപ്പിക്കുമ്പോൾ അവർക്ക് വല്ല വേദനയോ വല്ലതാ ഉണ്ടെങ്കിൽ കുട്ടികൾ പറയുമ്പോൾ അത് കുളിപ്പിക്കാൻ നോക്കുക, ശ്രദ്ധിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ.